ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അവരുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു മനോഭാവം അത് ഏത് രീതിയിലാണ്? ദേഷ്യമാണോ അതോ സ്നേഹമാണോ? എന്താണ് അവർക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ഒരുപാട് ടെൻഷനിലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്നുള്ളത് കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മജീഷ്യൻ, Page of Wands, Four of Wands, Nine of Wands, Four of Swords, Six of Cups, Five of Swords, Ace of Pentacles, Nine of Pentacles, Eight of Pentacles, the Sun energy, High Priestess, Queen of Swords, Knight of Cups, Five of Pentacles, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Two of Wands, Eight of Wands, Nine of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു കറന്റ് നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അത്ര ഡീപ്പ് കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു സമയത്തെ മനോഭാവം നിങ്ങളോട് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ, വിരോധമുണ്ടോ, സ്നേഹമുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോട് അങ്ങനെ ഭയങ്കരമായ ഒരു ദേഷ്യമുള്ള എനർജി അല്ല എനിക്കിവിടെ കിട്ടുന്നത്. ചെറിയ രീതിക്ക് കുറച്ചൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആണ്. പക്ഷേ എങ്കിലും അവരുടെ ഈഗോ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഒന്ന് കെട്ടടങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ ലൈഫിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ശാരീരികപരമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ലൈഫിൽ ഒരു ദുഃഖകരമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ അവരിപ്പോ ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ മനസ്സൊക്കെ ഭയങ്കര തകർന്നു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. മാത്രമല്ല അവരുടെ ഈ ഒരു തകർച്ചയിൽ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള സമയത്ത് അവർ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ കരിയർ ഇപ്പൊ ഒരു നല്ലൊരു ജോബോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി ആവാനുള്ള സാധ്യതകളുണ്ട്. കരിയറിലൊക്കെ ചിലപ്പോൾ നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോ അവരുടേതായ ഒരു കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കൊരു വെളിച്ചം വേണം, അല്ലെങ്കിൽ അവർക്കൊരു ലൈഫിൽ ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം. ആ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് അവരെ നോക്കി കാണുന്നത് ഈ ഒരു സമയം നിങ്ങളെയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്നിലേക്കും ഒരു ഉന്മേഷമോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു ചുരുണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അവർ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഭയങ്കര വേദനിച്ച് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിലും അവർ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കെയറിംഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഒരുപാട് വ്യത്യസ്തത കൈവരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ആ ഒരു സ്നേഹം, അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് എത്രയും വേഗം ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹം എല്ലാ രീതിക്കും സ്വീകരിക്കാനായിട്ട് മനസ്സുകൊണ്ട് ഇവരിപ്പോ തയ്യാറെടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇവർ എത്രത്തോളം ഇമോഷൻസ് നിങ്ങളിലേക്ക് പുറമേ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ള ഒരു തിരിച്ചറിവും അതിൻ്റെതായ ഒരു കോൺഫിഡൻസും സന്തോഷവും ഒക്കെ സ്വയം ആനന്ദിക്കുന്നുണ്ട്.
പക്ഷേ ആ ഒരു ആനന്ദം അവർക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരായിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വേലി തകർത്ത് പുറത്തേക്ക് എറിയുന്ന കാര്യത്തിൽ ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവരൊട്ടും സ്ട്രഗിൾ ചെയ്ത് ഒരു സുഖകരമായ സിറ്റുവേഷനിൽ അല്ല നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് വിളിച്ച് പറയണം എന്നുണ്ടെങ്കിലും ആ ഒരു ഈഗോ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതങ്ങ് പൂർണ്ണമായിട്ടും അനുവദിക്കുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങളുടെ സ്നേഹം എല്ലാ രീതിക്കും സ്വീകരിക്കാനായിട്ട് അവരിവിടെ ഹൃദയം കൊണ്ട് തയ്യാറാണ്. അതിന്റെ കാരണം നമ്മൾ already പറഞ്ഞു. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വലിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതും വളരെ unexpected ആയിട്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട്. ചിലപ്പോൾ ഇവർ കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളോടുള്ള attitude. ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നിരിക്കണം. പക്ഷെ ഇവർക്ക് ഇവിടെ നിന്ന് ഒരു കർമ്മ എന്ന് പറയുമ്പോൾ വലിയ രീതിക്കുള്ള പ്രശ്നം എന്നുള്ള രീതിക്കല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കർമ്മ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിരിച്ചറിവ്, നീതിപൂർവമായിട്ട് സ്വന്തം ലൈഫിൽ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നു. യൂണിവേഴ്സിന്റെ ഇടപെടലുകൾ തന്നെ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ഒരുപാട് പ്രാർത്ഥന, വഴിപാടുകൾ, കാര്യങ്ങളൊക്കെ ചെയ്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ നോട്ടം അല്ലെങ്കിൽ ചിന്തകളൊക്കെ പോയിരിക്കുന്നു. എന്തിന്റെ പുറകെയാണോ ഇവർ പോയി അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയത് അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ അവർ അവിടെ നിന്ന് നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് തയ്യാറാണ്. മനോഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകണമെന്നും നീതിപൂർവമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണമെന്നും സത്യസന്ധമായ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ എല്ലാ രീതിക്കും സ്വീകരിക്കണമെന്നും നിങ്ങൾ അവരുടെ കൂടെ ഒരു ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ആയിട്ട് എപ്പോഴും വേണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ച് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നീതിപൂർവമല്ലാത്ത രീതിയിൽ നിങ്ങളോട് പ്രവർത്തിക്കേണ്ടി വന്നതിൽ മാനസികപരമായിട്ട് നല്ല രീതിക്ക് സ്വയം വേദനിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭയങ്കര ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ആവശ്യത്തിനും ചിന്തിക്കുന്നുണ്ട്, ആവശ്യമില്ലാതെയും ചിന്തിക്കുന്നുണ്ട്. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഇവർ ചെയ്ത കാര്യങ്ങൾ, ആവശ്യമില്ലാതെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരിപ്പോ ഇവരുടെ തെറ്റാണെന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, അല്ലെങ്കിൽ അത് ഇനി അങ്ങനെയാകൂ ഇങ്ങനെയാകൂ എന്ന് വെച്ചാൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം. ഫാമിലി ലൈഫ് ആയിരിക്കാം, ചിലവർ ലവേഴ്സ് ആയിരിക്കാം. നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബോണ്ടിങ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ തകർന്നു പോയത്. അതിപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇവ ബോണ്ടിങ് തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ആ ഒരു ബോണ്ടിങ്ങിനെയൊക്കെ വീണ്ടും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് അവരുടെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളിലൂടെ നിങ്ങളെന്ന ആ ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും ഇവിടെ നോക്കി കാണുന്നത്. അപ്പൊ അത്രത്തോളം നിങ്ങളെ ഒരു മിസ്സിംഗ് സ്റ്റേജിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അത്രത്തോളം മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കാം അത്. ഇവിടെ magician energy ആണ് വന്നിരിക്കുന്നത്. അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച അവരായിട്ട് തന്നെ. അപ്പൊ നിങ്ങൾ അവഗണിച്ച് നിർത്തിയ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു അവഗണനയിൽ ഇപ്പൊ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അതും സ്വയം അവർ നീറാൻ തുടങ്ങിയ ഈ ഒരു സമയത്താണ് അവർ കാരണം ഒരു വേദന അനുഭവിച്ച വ്യക്തിയുടെ മനസ്സ് തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ആത്മാർത്ഥതയും തീവ്രതയും മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവർ പൂർണ്ണമായി ഇത് വിട്ടുകളയാൻ തയ്യാറല്ല. നിങ്ങളെ വേണം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവരിൽ നിന്ന് വിട്ടു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ മാനിഫെസ്റ്റേഷൻ എനർജി എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടൊരു പ്രാർത്ഥന കാര്യങ്ങൾ പോലും അതിന്റെ ശക്തി തരും. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒന്നും ഇല്ലാതിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരു വിശ്വാസവും ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും തിരിച്ചു വരണം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകണം, ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം. ഓൾറെഡി നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു വിവാഹത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ലവേഴ്സ് ഒക്കെ ഒരു പ്രത്യേക നിമിഷത്തിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ അകന്നു പോയവരായിരിക്കാം. സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇച്ചിരി നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയാണെങ്കിലും വീണ്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകി നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരു ഗൈഡൻസ് വേണം. നിങ്ങൾ അത്രത്തോളം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവരുടെ ലൈഫിൽ ഇവരിങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ രീതിക്ക് ചിന്തിക്കുന്നത്. ഇവരെന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിങ്സോ കാര്യങ്ങളോ ഒക്കെ നേരിടുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഇവർക്ക് അത്രയും ഒരു കെയറിങ് കൊടുക്കുന്നുണ്ടാവും. വഴക്കും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുന്നവരൊന്നും ആവില്ല.
ഇവരെന്തെങ്കിലുമൊക്കെ നിങ്ങളോട് തെറ്റ് ചെയ്താലും നിങ്ങൾ ചിലപ്പോൾ പലവട്ടം ഇവരോട് ക്ഷമിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും കാണാതെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഒരു സമയത്തൊക്കെ ഉണ്ടായ ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഈഗോയുടെ പേരിലോ ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത്. അപ്പൊ ഇവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പൊ എന്തായാലും മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഒരു ഫിയർ, ഒരു ഭയം എങ്ങനെ നിങ്ങളെ സമീപിക്കും എന്നുള്ള കാര്യത്തിൽ. പക്ഷെ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ലൈഫിലേക്ക് തന്നെ ഇപ്പൊ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു കാലങ്ങളൊക്കെ ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഒരു കാലങ്ങളൊക്കെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക്, ഇവർ ചിന്തിക്കുന്ന രീതിയാണല്ലോ, ഇവരുടെ ലൈഫിലേക്ക് അതൊക്കെ വീണ്ടും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. അപ്പൊ ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഈ ഒരു വേദനകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നേരിടാനുള്ള സാധ്യത ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ടിട്ടാണ് ഇവരുടെ ആ ഒരു മനോഭാവത്തിലൊക്കെ മാറ്റങ്ങൾ. തീർച്ചയായും യൂണിവേഴ്സിന്റെ ഇടപെടൽ തന്നെ ആയിരിക്കാം. ഇവർക്കൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ട്, ഭയങ്കരമായ പ്രശ്നങ്ങളായിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ ഇവർക്കൊരു തിരിച്ചറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു കണ്ണുനീര് യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരിൽ ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വളരെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറ്റബോധമൊക്കെ എന്താന്ന് പോലും തിരിച്ചറിയാതിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് സ്വയം വേദനിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഒറ്റപ്പെടല്, വേദനകള്, ചിന്തിച്ചു കൂട്ടി വേദനിക്കുന്നത്, അതുപോലെ തന്നെ ചെയ്തു പോയ കാര്യങ്ങൾ, തെറ്റുകളെല്ലാം സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കി തിരിച്ചറിയുന്ന നിമിഷം അവരൊന്നും അല്ലാതെയായി മാറുകയാണ്. അത്രത്തോളം ചെറുതായി പോകുന്നു. അവർക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ അവർ വളരെ ചെറുതാണ്. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിൽ അവരുടെ സ്നേഹം വളരെ ചെറുതാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എല്ലാം കൊണ്ടും കുറേയധികം താഴെയാണ് അവർ നിൽക്കുന്നത്. ഈഗോയും ചിലപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ മുന്നിലായിരിക്കാം. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ അവർ ഏറ്റവും താഴെയാണെന്നുള്ളത് സ്വയം മനസ്സിലാക്കുന്ന ഒരു നിമിഷമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്നപ്പോൾ അവർക്ക് അത് മുഖേന ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്നതിന് ശേഷമായിരിക്കാം അവർ അവരുടെ ലൈഫിൽ ഏറ്റവും നന്നായി പച്ച പിടിച്ചു തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയോ അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് മാത്രമല്ല, സാമ്പത്തിക ഉയർച്ച, മനസ്സിനൊരു സന്തോഷം, സമാധാനം, ഇതെല്ലാം അവർ ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ തുടങ്ങിയതൊക്കെ നിങ്ങളുടെ ഒരു പ്രസൻസിലൂടെ ആയിരിക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ആദ്യ കാലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി. എന്നാൽ ഇപ്പോ അത്ര സുഖകരമായ രീതിയല്ല. അപ്പൊ അവർ ആ ഒരു സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും അതേ പ്രകാശം അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്നും നഷ്ടപ്പെട്ടു പോയ അവരുടെ ലൈഫിൽ ആ ഒരു പ്രകാശം വീണ്ടെടുത്ത് നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സക്സസ് ആയിട്ട്, വളരെ സമൃദ്ധിയായിട്ട്, സന്തോഷകരമായ രീതിയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം. അതും സത്യസന്ധമായ രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിനെ നിലനിർത്തണം. ഒരു സമയം നിങ്ങളിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകണം. അപ്പൊ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഒക്കെ നൽകാതിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഇവര്. ആദ്യ സമയങ്ങളിൽ തന്നുകൊണ്ടിരുന്ന പ്രയോറിറ്റിയോ കാര്യങ്ങളോ സമയം പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ഇവർ നിങ്ങളുടെ കൂടെ ഇരിക്കാനൊക്കെ ആയിട്ടും ഇവർ അത്ര കാര്യമായിട്ടൊരു സമയമൊന്നും കണ്ടെത്തി കാണില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ടുള്ള മനസ്സൊന്നും തരാതെ അങ്ങനെയൊക്കെ ഇവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കണം എന്ന്. അവരായിട്ട് സ്വയം ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഒരു കംഫർട്ട് സോൺ നോക്കി മാത്രം മുന്നോട്ടേക്ക് പോയ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനും ഈ ഒരു ഒറ്റപ്പെടലൊക്കെ എത്രയും വേഗം ഒന്ന് അവസാനിച്ച് നിങ്ങളുടെ പ്രസൻസ് എത്രയും വേഗം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും ചിന്തിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്, ഒന്ന് തുറന്ന് സംസാരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ ഇവർ ഈ ഇമോഷൻസ് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. കാരണം ഈഗോ കുറച്ച് മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഇമോഷൻസിനെ അവർക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്രയൊക്കെ വന്നാലും ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാ കാര്യത്തിനും. അതിന്റെ അപ്പുറത്തേക്ക് അത് പോവില്ല. കാരണം ഇവിടെ മജീഷ്യൻ എനർജി വന്നിരിക്കുന്നതുകൊണ്ടാണ് അപ്പുറത്തേക്ക് പോവില്ല എന്നുള്ളത് പറയുന്നത്. കാരണം അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് ഒരു പരിധി കഴിഞ്ഞാൽ അവർ വീണ്ടും ഡിപ്രസ്ഡ് ആകും. അപ്പൊ അവർക്ക് നിങ്ങളെ വിട്ടു പോകുന്ന ഒരു ഭയം ഇപ്പൊ കേറിയിരിക്കുന്നത് കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ നടത്തും. എത്ര ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി നിർത്തി നിങ്ങളിലേക്ക് വരും. കാരണം വെളിച്ചം ഇപ്പൊ വേണ്ടത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തിക്കാണ്.
ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കായിരുന്നു ഇവർ ലൈഫിലേക്ക് വരണം എന്നുള്ള ചിന്തയിൽ നിന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ഒരു വിഭാഗം ആളുകൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളാണ് അവരുടെ ലൈഫിലെ തെളിച്ചം അല്ലെങ്കിൽ വെളിച്ചം എന്നുള്ള രീതിക്ക് കാണുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളമാണോ ഇവരെ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഒരു പടി മുകളിൽ നിങ്ങളുടെ person ഇപ്പൊ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇവിടെ അതിശയകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും അവർ അവരുടെ ലൈഫിലെ പ്രകാശം എവിടെയാണ് എന്നുള്ള ഒരു തിരച്ചിലാണ്. അവർക്ക് ഒന്നിലേക്ക് focus ചെയ്യാനോ കാര്യങ്ങൾക്കോ സാധിക്കുന്നില്ല. അപ്പൊ ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അവർക്ക് ഒരു support ആയി നിന്നിരുന്ന നിങ്ങൾ വീണ്ടും അവരുടെ ലൈഫിലേക്ക് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവര് കാരണം വേദനിക്കേണ്ടി വന്ന ആ ഒരു മനസ്സിനെ ഓർത്ത് വരെ അവർ വേദനിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണിൽ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണെന്നുള്ളത് നോക്കുവാണെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ എന്നുള്ള ആറ്റിറ്റ്യൂഡിനൊക്കെ ഒരു ഒടിഞ്ഞു നുറുങ്ങുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കൂപ്പുകുത്തി തുടങ്ങി, നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി തുടങ്ങി എന്ന് തന്നെ പറയാം. അപ്പൊ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതിയ തുടക്കം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ചാപ്റ്റർ. പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ തീർക്കണം എന്നുള്ളൊരു മനോഭാവത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ടെൻഷനിലൊക്കെ നിൽക്കുകയായിരിക്കും. ഈ റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല എന്നുള്ള കൺഫ്യൂഷനിൽ. അപ്പൊ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. ടേക്ക് ആക്ഷൻ, get more information, perfect timing, compromise, within the next few months, listen to your intuition, yes, don't stop, recovery, ask for help from others. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണോ മുന്നോട്ടേക്ക് പോകുന്നത്? ഡോണ്ട് സ്റ്റോപ്പ് ആണ്. അതേ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പൊക്കോളൂ. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ആണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കാത് ചേർത്ത് ചോദിക്കൂ, അതെന്താണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്കൊരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സത്യമാണ്. യെസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായും കടന്നു വരിക തന്നെ ചെയ്യും. അതും ഇൻ ദ നിയർ ഫ്യൂച്ചർ, വരുന്ന സമീപ ഭാവിയിൽ തന്നെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ആളുകൾ ഉണ്ടാകും. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയായിട്ടാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത് വിചാരിക്കണ്ട, അത് തീർച്ചയായും കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന് എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട്. ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു മാറ്റങ്ങൾ കടന്നു വരാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു ഇൻഫർമേഷൻസ്, അറിവുകൾ അത് നിങ്ങളിലേക്ക് തന്നെ അറിയാൻ സാധിക്കും. അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് മാറ്റങ്ങൾ കടന്നു വരികയാണെന്നുള്ളത്. അതിൻ്റെതായ എനർജി വേരിയേഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് ഓരോ സൈൻ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. എന്ന് വെച്ചാൽ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും കോംപ്രമൈസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പൂർണ്ണമായ രീതിയിലേക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വരുന്ന സമീപ ഭാവിയിൽ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ പോലും അത് എല്ലാ രീതിക്കും ഒന്ന് മാനേജ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് കാര്യങ്ങളൊക്കെ വന്ന് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി വരാനായിട്ട് few months ആണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഒന്ന് പാച്ചപ്പ് ആയിട്ട് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്.
കാരണം ടേക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇവരുമായിട്ട് നടത്തണം. അത് തീർച്ചയായും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങളെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരികയും ചെയ്യുകയുള്ളൂ. അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് ഇരുന്നോളൂ. വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കിയേക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഉത്രട്ടാതി 24 H എന്നൊരു ലെറ്റർ, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 1988 ലിബ്ര, എറണാകുളം. D എന്നൊരു ലെറ്റർ, M എന്നൊരു ലെറ്റർ, 35 പൈസസ്, അശ്വതി, കൊല്ലം. M വീണ്ടും വന്നിട്ടുണ്ട്. D എന്നൊരു ലെറ്റർ അഗൈൻ വീണ്ടും വന്നിട്ടുണ്ട്. ഏരീസ് സോഡിയാക് സൈൻ ആണ്. കാലിക്കറ്റ് 1968 മെയ് എന്നൊരു മന്ത്, ജാനുവരി. 1990 36 G എന്നൊരു ലെറ്റർ, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് 10 ഡേയ്സ് ആയിട്ടും എടുക്കാം. 44 28 S എന്നൊരു ലെറ്റർ, ആലപ്പുഴ. രേവതി എന്നൊരു സ്റ്റാർ. D എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. തിരുവോണം, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്. 38 U എന്നൊരു ലെറ്റർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് J എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.